നല്ല ദഹനത്തിനും ആരോഗ്യത്തിനും ഏത് നേരവും വയർ നിറയെ കഴിക്കാൻ കൂടുതൽ പ്രോട്ടീനും കുറഞ്ഞ കലോറിയും നിറഞ്ഞ റാഗി ബോൾസ്. എണ്ണ ഒട്ടും തന്നെ ചേർത്തിട്ടില്ലാത്തതിനാൽ വെയിറ്റ് ലോസ് ജേർണിയിൽ കൂടെ കൂട്ടാം. മിക്സഡ് വെജിറ്റബിൾ റാഗി ബോൾസ് തയ്യാറാക്കാൻ ഞാനിവിടെ ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. കൂടെ 3-4 ബീൻസ് ചേർക്കുന്നുണ്ട്. 1 സവോളയും 2 പച്ചമുളകും ചേർത്ത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തിപ്പിടിച്ച് അരിയുന്നതിലും നല്ലതല്ലേ ഇതുപോലെ ഒരു ചോപ്പറുള്ളത്. നിമിഷ നേരം കൊണ്ട് നമ്മൾക്കിത് റെഡിയാക്കി എടുക്കാം. എണ്ണയില്ലാതെ തയ്യാറാക്കുന്നതിനാൽ ഇതിൽ കലോറി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും ഡയബറ്റിസ് ഉള്ളവർക്കും ഏറെ നല്ലതാണ് ഈ റാഗി ബോൾസ്. ഞാൻ വെജിറ്റബിൾസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചോപ്പറില്ല എങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഞാൻ അതേ ബോൾസിലേക്ക് 1/2 കപ്പ് സോയാ ചങ്ക്സ് ആണ് ഒന്ന് ക്ലീൻ ആക്കി ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ടേ. ഇത് മിക്സിയിലിടുമ്പോൾ ശ്രദ്ധിക്കണേ, പെട്ടെന്ന് അങ്ങ് അരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾക്കിത് ഇതുപോലെ കിട്ടിയാൽ മതി. ഇത് നമ്മൾക്ക് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പനീറാണ്. അത് ഇതുപോലെ ഒന്ന് പൊടിയായിട്ടാണ് ചേർക്കുന്നത്. കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുത്താൽ മതി. പനീർ ഇതുപോലെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു വരും. ഇനി ഞാൻ ഇതിലേക്ക് 1/4 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലെടുക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മളുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചെടുക്കാവുന്നതാണ്. ഇത് ചാറ്റ് മസാലയാണ്, 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും കൂടെ പാക്ക് ചെയ്യാനായിട്ടാണ്. ഇതുപോലെ തയ്യാറാക്കി നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് സ്കൂളിൽ കൊണ്ടുവന്ന ടൈമിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ബാക്കി ഞാൻ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് മിച്ചം നമ്മളുടെ കടലമാവാണ്. മാവ് ചേർത്താലും നമ്മൾക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ വെജിറ്റബിൾസിൽ തന്നെയുള്ള വെള്ളത്തിൽ നമ്മൾക്കിത് മിക്സ് ആക്കിയെടുക്കാം. വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. മാവ് ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരം ഇരിക്കുമ്പോൾ ഒത്തിരി വെള്ളം അങ്ങ് വന്ന് ഭയങ്കര ലൂസായി പോവും. അതുകൊണ്ട് മാവ് ചേർക്കാണ്ട് വെക്കുന്നതായിരിക്കും നല്ലത്. കടലമാവൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ഡിപ്പ് തയ്യാറാക്കണം. ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് അതിനായിട്ട് ഞാൻ ഒരു ബൗളിൽ 1 സ്പൂൺ കടലമാവും 1/4 സ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കട്ടകളൊന്നുമില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ കടലമാവ് എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട എടുക്കാവുന്നതാണ്. നോൺ വെജ് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ മുട്ട എടുക്കാതെ അതിന് പകരം കടലമാവ് തന്നെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ബോൾസാക്കി കയ്യിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ ബോൾസാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ ബോൾസ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ വക്കുള്ളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ ഇനിയുള്ള പരിപാടി ഈസിയാണ് കേട്ടോ. ഞാൻ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് റാഗിപ്പൊടിയാണ് ചേർക്കുന്നത്. പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇത് സ്പൗട്ടഡ് റാഗി പൗഡറാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് എടുത്ത് നമ്മളുടെ ഈ ബാറ്ററിലൊന്ന് മുക്കി ഈ റാഗിപ്പൊടിയിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കൈകൊണ്ടൊന്നും ഇട്ട് ഉരുട്ടിയൊന്നും എടുക്കണ്ട. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ കോട്ടിങ് തയ്യാറാക്കി എടുക്കാം. 2 സെറ്റായിട്ടാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നമ്മളുടെ പാത്രം കുറച്ച് ചെറുതാണ്. ഇനി നമ്മളിത് കയ്യിൽ പിടിച്ച് നമ്മളുടെ ഈ പ്ലേറ്റ് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. നല്ലതുപോലെ നമ്മളുടെ റാഗി പൗഡർ ആ ബോൾസിൽ കോട്ടിംഗ് ആയിട്ട് വരും. ഒരുപാട് നേരം കയ്യിലെടുത്ത് ഉരുട്ടുകയോ ഒന്നും വേണ്ട. ഏകദേശം ഒരു കോട്ടിംഗ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളുടെ ആ ബാറ്ററിൽ ഒന്നുകൂടെ ഒന്ന് മുക്കിയിട്ട് ഈ റാഗിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കുറച്ചുകൂടെ ഒന്ന് ഒരു കോട്ടിങ് വരാനായിട്ടാണ് ഞാൻ 2 പ്രാവശ്യം ചെയ്തെടുക്കുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് മതിയെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തെടുത്താൽ മതി. വെയിറ്റ് കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും നമ്മളിതാ എണ്ണയിലൊന്നും മുക്കി പൊരിക്കുന്നില്ല. പകരം നമ്മളൊരു ഇഡ്ഡലിത്തട്ടിൽ വെച്ച് സ്റ്റീം ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. ഇതാ നല്ലതുപോലെ കറക്കി കൊടുത്ത് ഇതിൻ്റെ കോട്ടിങ് ഓൾമോസ്റ്റ് എല്ലാം പറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ 1/4 കപ്പ് റാഗിപ്പൊടി അങ്ങനെ ആ ബോൾസിലോട്ട് ആയിട്ടുണ്ട്. ഇനിതാ ഒരു ഇഡ്ഡലിത്തട്ടിൽ നമ്മൾ വെള്ളം ചൂടാകുമ്പോഴത്തേന് ഇതുപോലെ ഈ റാഗി ബോൾസ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇത് വെച്ച് കൊടുത്ത് 8 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഇതിലെ ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ചിക്കൻ വെക്കാനാണ് താല്പര്യമെങ്കിൽ ഈ വെജിറ്റബിൾസിന് പകരം ചിക്കൻ ആക്കാവുന്നതാണ്. ഇതാ നമ്മളുടെ റാഗി ബോൾസ് ഹെൽത്തി ആയിട്ട് ഇവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ കറികളുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾക്കിത് അങ്ങനെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ എണ്ണയില്ലാതെ തയ്യാറാക്കുന്ന ഒരുപാട് നല്ല ഹെൽത്ത് റെസിപ്പീസും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സാലഡും സ്മൂത്തികളും ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് റോസ്റ്റഡ് സെസമി സീഡ്സ് ആണ് ചേർക്കുന്നത്. കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. വളരെ കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഈ റാഗി ബോൾസ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഹെൽത്തിയാണ്, ഏത് നേരവും കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റാഗി ബോൾസ് ആണ്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ ചട്നിയോ സെഷ്വാൻ ചട്നിയോ എന്ത് വേണേലും ഇതിൻ്റെ കൂട്ടത്തിൽ കോമ്പിനേഷനായിട്ട് എടുക്കാവുന്നതാണ്. എന്താ കുറച്ച് സെഷ്വാൻ ചട്നിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ സാധാരണ പീനട്ട് ചട്നി തയ്യാറാക്കാവുന്നതാണ്. ഇൻസൈഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഔട്ട്സൈഡ് ക്രിസ്പിയാണ്. കാരണം നമ്മൾ ഈ റാഗിപ്പൊടിയിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് കോട്ടിങ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ റാഗി ബോൾസിൻ്റെ ഔട്ട്സൈഡ് ക്രിസ്പിയും ഇൻസൈഡ് നല്ല സോഫ്റ്റുമായിരിക്കും. അമിതവണ്ണവും വയറും കുറച്ച് ആരോഗ്യത്തോടെ ഇരിക്കാൻ കൂടെ കൂട്ടാവുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ്. ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ, ഇഷ്ടമാകും. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ കൂട്ടാനും മറക്കരുതേ. കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്ന ദഹനത്തിന് ഏറെ നല്ലതാണ്. ഓയിൽ ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ കലോറി വളരെ കുറവാണ്. കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്ന ദഹനത്തിന് ഏറെ നല്ലതാണ്. എണ്ണ ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ കലോറി വളരെ കുറവാണ്. ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.